കുട്ടിയെ ഞങ്ങളങ്ങനെ അമിതമായി ഉപദ്രവിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. കുട്ടി കരയുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ ഇവൻ കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെറുതായി നുള്ളുന്നതും ചെറിയ കമ്പെടുത്തടിക്കുന്നതും ഞങ്ങൾ കണ്ടു. കൈ ഒടിഞ്ഞ സമയത്തൊന്നും ഞാൻ അവിടെ ഇല്ല, കടയിലാണ് ജോലിക്ക് പോയത്. തിരിച്ച് വന്നപ്പോഴും അന്ന് അല്ല നമ്മളടുത്ത് പറയണേ, പിറ്റേന്ന് കൊച്ചിൻ്റെ കയ്യിൽ നീരുണ്ടായിരുന്നു. ആ സമയത്ത് ഇതെന്താണ് കൊച്ചിൻ്റെ കയ്യിൽ നീരെന്ന് കേട്ടപ്പോൾ പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കയ്യിൽ നീരുള്ളായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ നീരായി. അപ്പം ഞാൻ പറഞ്ഞ് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം ഞാനിങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയത്. നീര് വന്നിട്ട് കുട്ടി ആ കയ്യിൽ നീര് തൊടുമ്പോഴൊക്കെ കൊച്ചിങ്ങനെ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ നമ്മളെ വാവച്ചിന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോഴും കൊച്ചു കരയുമായിരുന്നു. ആ പരുവാകുന്നവർ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ആശുപത്രിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി. അപ്പോഴേ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞത്. സൈക്കിളിൽ നിന്ന് വീണെന്നുള്ള അറിവാണ് ഉള്ളത്.